ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ഈ വരുന്ന ഡിസംബർ 20-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, നോക്കിയാലോ. അപ്പോൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നയങ്ങളും ഉടമ്പടികളും. ഈ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ഡോക്ടർ റെക്സ് എൻ ഒലിനേഴ്സ് ആണ്. റെക്സ് എൻ ഒലിനേഴ്സ് ആണ് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അത് റാം ഡിയോ മിശ്രയാണ്. റാം ഡിയോ മിശ്ര. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ഡോക്ടർ റെക്സ് എൻ ഒലിനേഴ്സ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റാം ഡിയോ മിശ്ര. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. PYQ ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ ആണ്. ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖല, അതിന് എന്തു പറയാം? നമുക്കറിയാം അല്ലേ? എന്താണ് അത്? ഭക്ഷ്യശൃംഖലയാണ്. ഭക്ഷ്യശൃംഖല, ഫുഡ് ചെയിൻ. ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖലയാണ് ഭക്ഷ്യശൃംഖല, ഫുഡ് ചെയിൻ. ഒന്ന് ഫുഡ് ചെയിൻ നോക്കിയാലോ. ഇതാണ് ഫുഡ് ചെയിൻ. അപ്പോൾ പ്രൊഡ്യൂസർ ആരാണ്? എപ്പോഴും ഉൽപാദകർ ആരായിരിക്കും? അത് ഹരിത സസ്യങ്ങളായിരിക്കും. ഉൽപാദകർ എപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും. ഈ ഹരിത സസ്യങ്ങളെ ഭക്ഷിക്കുന്നവരെ എന്താ നമ്മൾ പറയുക? ഉപഭോക്താവ് അല്ലെ, കൺസ്യൂമർ. അപ്പോൾ ഇവിടെ ഹരിത സസ്യത്തെ ഭക്ഷിക്കുന്നത് ഗ്രാസ് ഹോപ്പർ ആണ്. ഗ്രാസ് ഹോപ്പർ ആരാണ്? പ്രൈമറി കൺസ്യൂമർ ആണ്. ഗ്രാസ് ഹോപ്പർ പ്രൈമറി കൺസ്യൂമർ ആണ്. ഫ്രോഗ് സെക്കൻഡറി കൺസ്യൂമർ ആണ്. ഫ്രോഗിനെ ഭക്ഷിക്കുന്നത് ആരാണോ അത് ടേർഷറി കൺസ്യൂമർ ആണ്. അടുത്തത് ഫൈനൽ കൺസ്യൂമർ. അങ്ങനെയാണ് ഈ ഫുഡ് ചെയിൻ വരുന്നത്. ലാസ്റ്റ് എന്താണ്? ഡീകമ്പോസേഴ്സ്, വിഘാടകർ എത്തുന്നു. അപ്പോൾ നോക്ക്, ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് ഉൽപാദകരിൽ നിന്നുമാണ്. ഉൽപാദകര് ഹരിത സസ്യങ്ങളാണ്. ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിലാണ്. ബാക്ടീരിയ, അമീബ, വിരകളൊക്കെയാണ് വിഘാടകര്, ഡീകമ്പോസേഴ്സ്. ഉൽപാദകരിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നത് കൺസ്യൂമർ അല്ലെ, ഉപഭോക്താവാണ്. അടുത്തൊരു പോയിന്റാണ് യൂട്രോഫിക്കേഷൻ. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് എന്ത്? യൂട്രോഫിക്കേഷൻ. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. ഓക്കെ, ഈ ഒരു സ്ലൈഡ് ഓക്കെ ആണല്ലോ. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ഡോക്ടർ റെക്സ് എൻ ഒലിനേഴ്സ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റാം ഡിയോ മിശ്ര. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖലയാണ് ഭക്ഷ്യശൃംഖല. ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് ഉൽപാദകരിലാണ്. ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിലാണ്. അമീബ, ബാക്ടീരിയ, വിരകൾ ഒക്കെയാണ് വിഘാടകര്. ഉൽപാദകരിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നവയെ നമ്മൾ ഉപഭോക്താവ് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് മറ്റൊരു പോയിന്റാണ്, മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് എന്ത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി പരിസ്ഥിതി സംഘടനകൾ, കുറച്ച് പരിസ്ഥിതി സംഘടനകൾ നോക്കാനുണ്ട്. ആദ്യത്തേത് UNEP ആണ്. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് UNEP. 1972 ജൂൺ 5-നാണിത് നിലവിൽ വന്നത്. 1972 ജൂൺ 5-നാണ് ഇത് നിലവിൽ വന്നത്. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ആഫ്രിക്ക ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ UNEPയുടെ ആസ്ഥാനം നെയ്റോബി ആണ്. നെയ്റോബി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 അല്ലേ? അപ്പോൾ 2025 തീം നോക്കണ്ടേ? ലോക പരിസ്ഥിതി ദിനം 2025 തീം വരുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇത് 2018 ഹോസ്റ്റ് ഇന്ത്യ ആണെന്ന് പറയുന്നുണ്ട്. 2018 ഇന്ത്യ ആയിരുന്നു. എന്നാൽ 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. പഠിച്ചു വെക്കണം. റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് 2025 എൻവയോൺമെൻറ്റ് ഡേക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഓക്കെ അല്ലേ? 3 പോയിന്റ്. ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് UNEP. 1972 ജൂൺ 5-നാണിത് സ്ഥാപിതമായത്. UNEPയുടെ ആസ്ഥാനം നെയ്റോബി ആണ്. പിന്നെ പറഞ്ഞു ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. 2025 ഹോസ്റ്റ് ചെയ്യുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന സംഘടന, പരിസ്ഥിതി കമാൻഡോകൾ ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്.
ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ആംസ്റ്റർഡാം. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? അത് ആംസ്റ്റർഡാം ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. രാജ്യത്ത് വികസന വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നു എന്ന് ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിൽ റദ്ദാക്കിയ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ഏത്? ഗ്രീൻ പീസ്. നല്ല പോയിന്റ് അല്ലേ? രാജ്യത്ത് വികസന വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നു എന്ന് ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിൽ റദ്ദാക്കിയ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഇനി പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സർക്കാരിതര സംഘടനയാണ് നമ്മുടെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് 1961 വന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, WWF. പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സർക്കാരിതര സംഘടന. ഇതിൻ്റെ ആസ്ഥാനം ഏതാണ്? ഗ്ലാൻഡ്. അതിന് നമ്മൾ കോഡ് പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചാരിറ്റിക്കൊക്കെ ആയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ വെക്കാറില്ലേ, പൈസയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ബൗൾ എന്താണ്, ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത് എന്ന് ഓർത്തിട്ട് ഗ്ലാൻഡ് അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡ് ആണ്, സ്വിറ്റ്സർലാൻഡിലാണ്. ഇതിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡെയാണ്. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡെയാണ്. ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന അത് വേൾഡ് വൈഡ് ഫണ്ടാണ്. ഭൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടന വേൾഡ് വൈഡ് ഫണ്ടാണ്. അപ്പോൾ മാറിപ്പോവരുത്. നമ്മുടെ പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്നത് ഗ്രീൻ പീസ് ആണ്. ഓക്കെ, അത് ഗ്രീൻ പീസ് ആണ്. ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന വേൾഡ് വൈഡ് ഫണ്ടാണ്. ഭൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടന അത് വേൾഡ് വൈഡ് ഫണ്ടാണ്. ഇനി ഇന്ത്യയിലെ മറ്റ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് ലോബയാനാണ്. വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് യൂറോപ്പിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ചതുമായ സംഘടനയാണ് ലോബയാൻ. വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് യൂറോപ്പിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ചതുമായ സംഘടനയാണ് ലോബയാൻ. വൈഷ്ണോയി മൂവ്മെൻറ്റ് മരങ്ങളെ ആരാധിക്കുകയും മരം മുറിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതിനായി സോംബാജി സന്യാസി ആരംഭിച്ച പ്രസ്ഥാനം. സോംബാജി സന്യാസി ആരംഭിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ വൈഷ്ണോയി മൂവ്മെൻറ്റ് ആരംഭിച്ചത് ഖജാർലി, രാജസ്ഥാനിലാണ് വൈഷ്ണോയി മൂവ്മെൻറ്റ് ആരംഭിച്ചത്. മരങ്ങളെ ആരാധിക്കുകയും മരം മുറിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതിനായി സോംബാജി സന്യാസി ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈഷ്ണോയി മൂവ്മെൻറ്റ്. രാജസ്ഥാനിലെ ഖജാർലിയിലാണ് ഇത് ആരംഭിച്ചത്. നെക്സ്റ്റ് ചിപ്കോ പ്രസ്ഥാനം 1973 ഇത് നിലവിൽ വന്നത്. വൃക്ഷങ്ങളെയും വനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. 1973. ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ആണ് ചിപ്കോ പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് അമ്മ എന്ത് തരും? ചിപ്സ് തരും. എത്ര പീസ് തരും? 3 പീസ് തരും എന്ന് ഓർക്കുക കേട്ടോ. ചിപ്കോ മാതാവാണ് ചിപ്കോ. അപ്പോൾ 3 പീസ്. 1973 ഇത് നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അടുത്തത് അപ്പിക്കോ മൂവ്മെൻറ്റ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെൻറ്റ്. 1983 കർണാടകയിലാണ് ആരംഭിച്ചത്. നേതൃത്വം നൽകിയത് പാണ്ഡുരംഗ് ഹെഗ്ഡെ ആണ് നേതൃത്വം നൽകിയത് 1983 കർണാടകയിൽ. അടുത്ത ജംഗിൾ ബച്ചാവോ ആന്തോളനാണ്. പ്രകൃതിയാലുള്ള സാൽമരങ്ങൾ മുറിച്ചു മാറ്റി പകരം തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടനയാണ് ഇത്. നേതൃത്വം നൽകിയത് സിംഗ്ഭം ജില്ലയിലെ ആദിവാസികളാണ്. പ്രകൃതിയാലുള്ള സാൽമരങ്ങൾ മുറിച്ചു മാറ്റി പകരം തേക്കുമരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടനയാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. സിംഗ്ഭം ജില്ലയിലെ ആദിവാസികളാണ് ഇതിന് നേതൃത്വം നൽകിയത്. അടുത്തത് തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലെ ജനങ്ങളിലെ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനു വേണ്ട മാർഗങ്ങൾ അവരിലെത്തിക്കുവാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലാണെന്ന് ഓർക്കുക, ജലസംരക്ഷണമാണെന്ന് ഓർക്കുക. വർഷം 1985. രാജസ്ഥാൻ ജലസംരക്ഷണം ഏതാണ്? തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലെ ജനങ്ങളിലെ
ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനുവേണ്ട മാർഗങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് 1985 തരുൺ ഭാരത് സംഘ്. രാജേന്ദ്ര സിംഗ് ആണ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം. രാജേന്ദ്ര സിംഗ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് രാജേന്ദ്ര സിംഗ് ആണ്. അടുത്തത് നമ്മുടെ ഭാരതപ്പുഴയുടെ ചങ്ങാതിമാർ. ഭാരതപ്പുഴയെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച കൂട്ടായ്മയാണിത്. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനാണ് ഈ കൂട്ടായ്മ നയിക്കുന്നത്. ഭാരതപ്പുഴയുടെ ചങ്ങാതിമാർ എന്ന കൂട്ടായ്മ ഭാരതപ്പുഴയെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചതാണ്. മെട്രോമാൻ ഈ ശ്രീധരനാണ് ഈ കൂട്ടായ്മ നയിക്കുന്നത്. അടുത്തത് നവധാന്യ പ്രസ്ഥാനം. പരമ്പരാഗത കൃഷിരീതിയും നാടൻ വിത്തിനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നവധാന്യ പ്രസ്ഥാനം. വർഷം 1987. എവിടെയാണ്? കർണാടകയിലാണ്. നേതൃത്വം നൽകിയത് വന്ദന ശിവ. നവധാന്യ പ്രസ്ഥാനം 1987 കർണാടകയിൽ നേതൃത്വം നൽകിയത് വന്ദന ശിവയാണ്. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് ആര്? നമ്മുടെ വന്ദന ശിവ. നവധാന്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വന്ദന ശിവയാണ് വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക. 1987 കർണാടക. പരമ്പരാഗത കൃഷിരീതിയും നാടൻ വിത്തിനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണിത്. അടുത്ത ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981 അപ്പോൾ വായു മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. നേതൃത്വം നൽകിയത് കെ.എ. റഹ്മാൻ. കേരളത്തിൽ വായു മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. നേതൃത്വം നൽകിയത് കെ.എ. റഹ്മാൻ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്ക് ഏതാ? അത് റെഡ് ഡേറ്റ ബുക്കാണ്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന IUCN ആണ്. IUCN നിലവിൽ വന്നത് 1948 1948. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടനയാണ് IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചർ റിസോഴ്സസ്. സ്ഥാപകൻ ജൂലിയൻ ഹക്സ്ലി ആണ്. IUCNന്റെ സ്ഥാപകൻ ജൂലിയൻ ഹക്സ്ലി. ഓക്കെ, അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികൾ മൗറീഷ്യസിലാണ് കാണപ്പെട്ടിരുന്നത്. അമേരിക്കയിൽ നിന്ന് വംശനാശ ഭീഷണി സംഭവിച്ച പക്ഷി ഏതാണ്? വടക്കേ അമേരിക്കയിൽ നിന്നാണ് സഞ്ചാരിപ്രാവ്. വംശനാശം സംഭവിച്ച ഒരു കാട്ടു സീബ്രയാണ് ക്വാഗ. വംശനാശം സംഭവിച്ച കാട്ടു സീബ്ര ഇനമാണ് ക്വാഗ. അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ വൃക്ഷ സംഘടനയുടെ ആസ്ഥാനം യോക്കഹോമയാണ്. അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ വൃക്ഷ സംഘടനയുടെ ആസ്ഥാനം യോക്കഹോമ. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ. സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നേതൃത്വം നൽകിയത് മേധാ പട്കർ ആണ്. വർഷം 1985. സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. മേധാ പട്കർ ആണ് നേതൃത്വം നൽകിയത്. ആരംഭിച്ചത് 1985. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇനി സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. സൈലന്റ് വാലിയുടെ സംരക്ഷണാർത്ഥം കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ജലവൈദ്യുത പദ്ധതിക്കെതിരെ പോരാടിയ സംഘടനയാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. കേരള ഗവൺമെന്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി അത് ഇന്ദിരാഗാന്ധി. കേരള ഗവൺമെന്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഈ ഒരു സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആരംഭിച്ചത് 1973 73 വേറെ എന്തോ നമ്മൾ പഠിച്ചല്ലോ, എന്താണ്? ചിപ്കോ അല്ലേ? ചിപ്കോ പ്രസ്ഥാനം 1973. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് സ്മരണാർത്ഥം കേരള ശാസ്ത്ര പരിഷത്ത് സൈലന്റ് വാലി ദിനമായിട്ട് ആചരിച്ചത് 1980 മാർച്ച് 15. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് സ്മരണാർത്ഥം കേരള ശാസ്ത്ര പരിഷത്ത് സൈലന്റ് വാലി ദിനമായിട്ട് ആചരിച്ചത് 1980 മാർച്ച് 15. അടുത്തത് എൻഡോസൾഫാൻ അല്ലേ? നമുക്കറിയാം
എൻഡോസൾഫാൻ എന്ന ഒരു കീടനാശിനിയെ കൊണ്ടുണ്ടായ ദുരിതങ്ങളൊക്കെ. അപ്പോൾ കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ഓർഗാനോ സംയുക്തമാണ് എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ സമര നായിക ആരാണ്? ലീലാകുമാരി അമ്മയാണ്. അവരുടെ ആത്മകഥയാണ് ജീവദായിനി. ലീലാകുമാരി അമ്മ എൻഡോസൾഫാൻ സമര നായികയാണ്. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചതെന്നാണ്. അത് 2006ലാണ് കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചത്. എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം, കർണാടക സംസ്ഥാനങ്ങളാണ്. അപ്പോൾ കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ഓർഗാനോ സംയുക്തം എൻഡോസൾഫാൻ സമരനായിക ആണ് ലീലാകുമാരി അമ്മ. അവരുടെ ആത്മകഥയാണ് ജീവദായിനി. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. 2006ലാണ് കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചത്. എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, കർണാടകയാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് റംസാർ ഉടമ്പടിയാണ്. തണ്ണീർത്തടങ്ങളെക്കുറിച്ചും തണ്ണീർത്തട വിഭവങ്ങളുടെ സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും വേണ്ടി രൂപം കൊണ്ട ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. 1971 ഇറാനിലെ റംസാറിലാണ് ഇത് രൂപം കൊടുത്തത്. ഒരു പ്രത്യേക പരിസ്ഥിതി വ്യൂഹത്തിന്, അതായത് ഇക്കോസിസ്റ്റം മാത്രമായി രൂപം കൊണ്ട ഒരേ ഒരു അന്താരാഷ്ട്ര പാരിസ്ഥിതിക ഉടമ്പടിയാണ് ഏത്? റംസാർ ഉടമ്പടി. ഒരു പ്രത്യേക പരിസ്ഥിതി വ്യൂഹത്തിന് മാത്രമായി രൂപം കൊണ്ട ഒരേ ഒരു അന്താരാഷ്ട്ര പാരിസ്ഥിതിക ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 അല്ലേ? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2025 തീം എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. 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 ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കായലാണ്. അഷ്ടമുടി, ശാസ്താംകോട്ടക്കായൽ, വേമ്പനാട്ട് കോൾ നിലങ്ങൾ എന്നിവയെ റംസാർ കൺവെൻഷൻ പ്രത്യേക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ 36 എണ്ണമാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ 4 എണ്ണമാണ്. പശ്ചിമഘട്ടം, വടക്കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, പിന്നെ സുണ്ടാലാൻഡ്. പശ്ചിമഘട്ടം, വടക്കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, സുണ്ടാലാൻഡ് ആണ് 4 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. സുവോളജിക്കൽ ഗാർഡനുകൾ എന്താണ്? വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. ഓക്കെ, അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ, അതൊക്കെയാണ് നോക്കുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കാനായി നിലവിൽ വന്ന ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ഡിസംബർ 11 ഇത് വിളംബരം ചെയ്യപ്പെട്ടത്. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മറ്റു വാതകങ്ങൾ മീഥൈൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, N2O ആണ് നൈട്രസ് ഓക്സൈഡ്. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് പ്രൊക്ലമേഷൻ 1997 ഡിസംബർ 11 നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ ഉച്ചകോടിക്ക് വേദിയായത് ജപ്പാനിലാണ് അംഗീകാരം നൽകിയത്. 192 രാജ്യങ്ങൾ അംഗീകാരം നൽകി. കാനഡ അതിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ഇനി വിയന്ന കൺവെൻഷൻ ഓസോൺ പാളിയുടെ സംരക്ഷണം ആയി ബന്ധപ്പെട്ട കൺവെൻഷൻ ആണ് വിയന്ന കൺവെൻഷൻ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. 1989 മോൺട്രിയൽ ഓസോൺ ആണെന്ന് ഓർക്കുക. മോൺട്രിയൽ ഓസോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മോൺട്രിയൽ ഓസോൺ. ഓക്കെ, അപ്പോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി.
1989 ജനുവരി 1 നിലവിൽ വന്നത്. ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ചോദിച്ചാൽ അത് ഹെൽസിങ്കി കൺവെൻഷൻ ആണ്. 1992 ഹെൽസിങ്കി കൺവെൻഷൻ ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷനാണ്. അടുത്തത് റോട്ടർഡാം കൺവെൻഷൻ. ചില അപകടകരമായ രാസവസ്തുക്കൾ അന്തർദേശീയമായി വ്യാപാരം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കൂട്ടുത്തരവാദിത്തങ്ങളും സഹകരണ ശ്രമങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ഉടമ്പടിയാണ് റോട്ടർഡാം കൺവെൻഷൻ. ഇനി പാരീസ് ഉടമ്പടി. ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ കാലാവധി 2012 അവസാനിച്ചതിനെ തുടർന്ന് അതിൽ ഭേദഗതി വരുത്താൻ ലോകരാഷ്ട്രങ്ങൾ ഒത്തുചേർന്ന സ്ഥലമാണ് എവിടെയാ? ദോഹയാണ്. ഖത്തറിലെ ദോഹയാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ കാലാവധി 2012 അവസാനിച്ചു. പിന്നെ വന്നതാണ് ഏത്? പാരീസ് ഉടമ്പടി 2015 വന്നത്. 2015 നിലവിൽ വന്നത് 2016 നവംബർ 4 2016 നവംബർ 4 അത് നിലവിൽ വന്നത്. 2050 ആഗോള താപന വർധന 2 ഡിഗ്രി സെൽഷ്യസിലും താഴെയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ 2012 കാലാവധി കഴിഞ്ഞു. 2015 വന്നതാണ് പാരീസ് ഉടമ്പടി. നിലവിൽ വന്നത് 2016 നവംബർ 4 2050 ആഗോള താപന വർധന 2 ഡിഗ്രി സെൽഷ്യസിലും താഴെയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയത് അമേരിക്കയാണ്. അത് കഴിഞ്ഞ് 2021 വരികയും ചെയ്തു കേട്ടോ. അന്നേരം പിന്മാറി, പിന്നെ 2021 കയറിയിട്ടുണ്ട്. ഇനി കാർട്ടജീന പ്രോട്ടോക്കോൾ. ആധുനിക ബയോടെക്നോളജിയുടെ ഫലമായി മാറ്റം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച അന്തർദേശീയ കരാറാണ് കാർട്ടജീന പ്രോട്ടോക്കോൾ. 2000 ജനുവരി 29 അംഗീകരിച്ച് 2003 സെപ്റ്റംബർ 11 പ്രാബല്യത്തിൽ വന്ന അന്താരാഷ്ട്ര കരാറാണിത്. ഇന്ത്യയിൽ കാർട്ടജീന പ്രോട്ടോക്കോൾ നടപ്പിലാക്കുന്നത് വനപരിസ്ഥിതി മന്ത്രാലയമാണ്. അതാണ് കാർട്ടജീന പ്രോട്ടോക്കോൾ. ആധുനിക ബയോടെക്നോളജിയുടെ ഫലമായി മാറ്റം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച അന്തർദേശീയ കരാറാണിത്. ഇനി ബോൺ കൺവെൻഷൻ ദേശാടന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനും ആഗോള വേദി നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ പാരിസ്ഥിതിക ഉടമ്പടിയാണ് ബോൺ കൺവെൻഷൻ. ദേശാടന പക്ഷികളാണല്ലേ, അപ്പോൾ ബോൺ ഉണ്ടെങ്കിലേ പറക്കാൻ കഴിയുമെന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു ഫ്രണ്ട് പറഞ്ഞെന്ന കോഡാണ്. അപ്പോൾ ബോൺ ഉണ്ടെങ്കിലേ പറക്കാൻ കഴിയുള്ളൂ. ദേശാടന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനും ആഗോള വേദി നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ പാരിസ്ഥിതിക ഉടമ്പടിയാണ് ബോൺ കൺവെൻഷൻ. അടുത്തത് നയോഗ പ്രോട്ടോക്കോൾ. 2010 ഒക്ടോബർ 29 ജപ്പാനിൽ അംഗീകരിച്ച് 2014 ഒക്ടോബർ 12 മുതൽ പ്രാബല്യത്തിൽ വന്നൊരു പ്രോട്ടോക്കോളാണ് നഗോയയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നഗോയ പ്രോട്ടോക്കോൾ. ജനിതക വിഭവങ്ങളുടെ വിനിയോഗത്തിൽ നിന്നുണ്ടാകുന്ന അഭിവൃദ്ധിയുടെ ന്യായവും തുല്യവുമായ പങ്കിടലും അതുവഴിയുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ സുസ്ഥിര ഉപയോഗവുമാണ് ഇതിൻ്റെ ലക്ഷ്യം. 2014 ഒക്ടോബർ 12 മുതലാണിത് പ്രാബല്യത്തിൽ വന്നത്. അടുത്തത് ബില്യൺ ട്രീ ക്യാമ്പയിൻ. ഗാന്ധിയൻ ആദർശങ്ങളായ സത്യാഗ്രഹം, അഹിംസ എന്നിവയിൽ ഊന്നിയ സമരമാർഗങ്ങളിലൂടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ആദ്യത്തെ പ്രസ്ഥാനമാണ് ബില്യൺ ട്രീ ക്യാമ്പയിൻ. നമ്മുടെ BFO സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓൾറെഡി സിലബസിലെ 1, 2 മൊഡ്യൂൾ കഴിഞ്ഞ് മൂന്നാമത്തെ മൊഡ്യൂളിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 19 ക്ലാസ്സുകളായിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. നമുക്ക് തീർത്തു പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.